നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലലീഗയിൽ മയോർക്കയോട് 2-1 പൊട്ടി. പിന്നാലെ ബയേൺ മ്യൂണിക്കിനോട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 2-1 പൊട്ടി. ഇന്ന് റയൽ മാഡ്രിഡിനെ വിജയിച്ചേ പറ്റൂ. അവരുടെ കോച്ച് ആൽവരോ അർബിലോക്ക് ഇത് നിർണായകമായ പോരാട്ടമാണ്. ഇന്നത്തെ കളി ജിറോണക്കെതിരെയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30, അതായത് സാങ്കേതികമായിട്ട് നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 12:30 സാന്റിയാഗോ ബെർണാബുവിൽ ഈ കളി. ഈ കളിയിലെ വിജയത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. അതായത് ബയേൺ മ്യൂണിക്കിനെതിരെ ഏപ്രിൽ 15 രാത്രി അലിയൻസ് അറീനയിൽ പോയിട്ട് കളിക്കാനുണ്ട്. ഓൾറെഡി ഒരു ഗോളിൻ്റെ കടമുണ്ട്, അത് വീട്ടുകയും വേണം. അതിന് ഇന്നത്തെ വിജയം നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും. കഴിയുമോ റയൽ മാഡ്രിഡിന് എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ബെർണാബുവിലാണ് കളി. ആരാധകരുടെ ഭാഗത്തു നിന്ന് എന്ത് തരത്തിലുള്ള റിയാക്ഷൻ ഉണ്ടാകും എന്നുള്ളത് കണ്ടറിയണം. ഇന്നത്തെ കളിക്ക് താരങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുമോ? ചോദ്യം ആൽവാരോ അർബിലോയോടാണ്. ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ ചോദ്യം വരുന്നത്, അദ്ദേഹം പറഞ്ഞ മറുപടി, തീർച്ചയായിട്ടും ഈ ഒരു കളിയെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഫാൻസ് കോമ്പീറ്റ് ചെയ്യാൻ വളരെയധികം ആഗ്രഹിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് 3 പോയിൻറ്റുമായിട്ട് മടങ്ങിയെത്തിയേ പറ്റൂ. വി റിയലി വോണ്ട് ടു. അപ്പോൾ വിനീഷ്യസിന് ആരാധകരെ വീണ്ടും കൂവുന്നതിനെക്കുറിച്ചുള്ള ചോദ്യം വന്നു. അദ്ദേഹത്തിൻ്റെ മറുപടി, നിങ്ങൾക്കറിയാമോ വിനിയെക്കുറിച്ച് ഞാൻ എന്താണ് ചിന്തിക്കുന്നത്? എന്താണ് വിനി ഒരു കോച്ച് എന്ന നിലയിൽ, എനിക്കെന്ന ഒരു മാഡ്രിഡ് പ്ലെയർ എന്ന നിലയിൽ അവൻ്റെ പെർഫോമൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? തീർച്ചയായിട്ടും കൂവലുകൾ, വിസിൽസൊക്കെ ഉണ്ടാകും. അത് നോർമലാണ്, അത് നേച്ചുറലാണ്. കാരണം അത് ആരാധകരുടെ ഭാഗത്തു നിന്നുള്ളൊരു ഡിമാൻഡാണ്. തീർച്ചയായിട്ടും മികച്ച ഒരു പ്രകടനം അവനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് കൂടി കോച്ച് പറയുന്നു. അപ്പോൾ ബയേണിനെതിരെ വരും ദിവസങ്ങളിൽ ഒരിക്കൽ കൂടി കളിക്കാൻ ഇറങ്ങുമ്പോൾ ഇന്നത്തെ മത്സരത്തിൽ റൊട്ടേഷൻ ഉണ്ടാകുമോ? പ്ലേയിങ് ലെവലിൽ മാറ്റമുണ്ടാകുമോ? അപ്പോൾ കോച്ചിൻ്റെ മറുപടി, എനിക്ക് വിജയിക്കണം, അതിനനുസരിച്ചുള്ളൊരു ടീമിനെയാണ് ഞാൻ ഇറക്കുക. ഒരിക്കൽ കൂടി റിസൾട്ട് മാത്രം പ്രാധാന്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത്. ഏറ്റവും ബെസ്റ്റ് ടീമിനെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കും. മറ്റു കാര്യങ്ങൾ, റൊട്ടേഷൻ, ഇതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഗെയിമാണ് കോച്ച് എന്ന നിലയിൽ നാളെ എനിക്ക്. അത് അദ്ദേഹം ഇന്നലെ പറയുകയാണ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഏറ്റവും മികച്ച ടീമിനെ ഇറക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും എന്നുകൂടി കോച്ച് ഇപ്പോൾ പറയുന്നുണ്ട്. ഏതായാലും ഈ മത്സരത്തിന് മിലിറ്റാവോയും ബെല്ലിംഗാമും സ്റ്റാർട്ട് ചെയ്യും. മെൻഡിക്ക് കുറച്ച് മിനിറ്റുകൾ കൊടുക്കും എന്നുകൂടി കോച്ച് പറയുന്നു. സോ മികച്ചൊരു ടീമിനെ ഇറക്കിക്കൊണ്ട് വിജയിക്കുക, അതാണ് ഇപ്പോൾ കോച്ച് ഉദ്ദേശിക്കുന്നത്. ഫെർലാൻ മെൻഡി ബയേൺ മ്യൂണിക്കിനെതിരെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് മിനിറ്റുകൾ അദ്ദേഹത്തിന് ലഭിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ കോച്ച് ഉദ്ദേശിക്കുന്ന ഒരു മധ്യനിര എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആർദ ഗ്യൂളർ, ടിയാഗോ, പിന്നെ ഫെഡെ വാൽവെർദെ, ഈ 3 പേരെ മധ്യനിരയിൽ ഇറക്കാൻ വേണ്ടി കോച്ച് തീരുമാനിച്ചിരിക്കുന്നു എന്നും റൂഡിഗർ ജിറോണക്കെതിരെ സ്റ്റാർട്ട് ചെയ്യുമെന്നുമുള്ള വിവരങ്ങൾ വരുന്നു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ബെസ്റ്റ് ടീമിനെ കൊണ്ട് തന്നെ ഇന്ന് റയൽ മാഡ്രിഡ് ഇറങ്ങും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.